എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ ദക്ഷിണം അഥവാ തെക്ക് ദിശയെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ദിശയിൽ എന്തൊക്കെ ആകാം, ഈ ദിശയിലെ നിയമലംഘനങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ, അതുപോലെ ഈ ദിശയിൽ എന്തെല്ലാം പാടില്ല, അതുപോലെ തന്നെ ദക്ഷിണ ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഭവനത്തെ സാധാരണക്കാർ ഭയപ്പെടുന്നത് എന്തുകൊണ്ട് എന്നതിനെ പറ്റിയും പറയാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പായി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണിലും അമർത്തുക. ഈ ചാനലിൽ മുമ്പിലിട്ടിരുന്ന എല്ലാ വീഡിയോകളും കാണുക. നിങ്ങൾക്ക് ഈ ചാനലിലൂടെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യാ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും അറിയാൻ സാധിക്കുന്നതാണ്. പ്രിയരെ, ആദ്യം നമുക്ക് ദക്ഷിണ ദിശയെ പറ്റി പൂർവാചാര്യന്മാർ നമുക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ദക്ഷിണ ദിശയിലെ അധിപൻ യമദേവൻ, ഗ്രഹം ചൊവ്വ, അതുപോലെ പഞ്ചതത്വങ്ങളിൽ അഗ്നിയാണ് തെക്ക് ദിശയിലെ തത്വം. അതുപോലെ ഈ ദിശയിൽ വാസ്തുപുരുഷന്റെ വലത് കാലിന്റെ കാൽവണ്ണ ഈ ദിശയിലാണ്. അഷ്ടലക്ഷ്മിമാരിൽ ആദിലക്ഷ്മിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഈ ദിശയിൽ കിടന്നുറങ്ങുന്ന മാസ്റ്റർ, അതായത് മുതിർന്ന വ്യക്തി, അവർക്ക് നല്ല വിശ്രമത്തോടുകൂടി ശാന്തമായ ഉറക്കം ലഭിക്കുന്നു. അതായത് ബെഡ്റൂമിന് പറ്റിയ രണ്ടാമത്തെ സ്ഥാനമാണ്. അടുത്തതായി ഈ മുറിയിൽ അടുക്കളയ്ക്കും പറ്റിയ സ്ഥാനമാണ്. സാധാരണയായി തെക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഭവനത്തെ എല്ലാവരും ഭയക്കുന്നു. കാരണം ആലോചിച്ചിട്ട് ഒന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ തെക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഭവനത്തിന്റെ പ്രധാന വാതിലിന്റെ പദങ്ങളാണ് അതിന്റെ കാരണം. സാധാരണ പദങ്ങൾ തിരിക്കുമ്പോൾ തെക്ക് ദിശയിൽ അല്പം തെറ്റ് വന്നു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് മാറുന്ന പദങ്ങൾ വളരെ മോശ ഫലം തരുന്നതാണ്. അതായത് അവിടെ ജീവിക്കുന്നവർക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇത് തന്നെയാണ് അതിന്റെ കാരണം. അതുപോലെ വടക്ക് ദിശയിലോ കിഴക്ക് ദിശയിലേക്കോ തിരഞ്ഞിരിക്കുന്ന ഭവനത്തിൽ പദങ്ങൾ അല്പം തെറ്റിയാലും അത്ര ദോഷങ്ങൾ വരുന്നില്ല. ഇത് തന്നെയാണ് പ്രധാന കാരണം. എന്നാൽ തെക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഭവനത്തിന്റെ പദങ്ങൾ ശരിയാണെങ്കിൽ അതുപോലൊരു ഭവനവും ഉണ്ടാകില്ല. ഇന്ത്യയിലെ 60% വലിയ ബിസിനസ്സുകാരും നല്ല പേരെടുത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെ വീട് നോക്കിയാൽ തെക്ക് ദിശയിലോ പടിഞ്ഞാറ് ദിശയിലോ കാണാവുന്നതാണ്. ഇതുപോലെ തന്നെ വാതിലിന്റെ പദവ്യത്യാസം വന്നാൽ മോശമാകുന്ന ഒരു ദിശയാണ് പടിഞ്ഞാറ് ദിശയും. ഇതിനെയും ശരിയായ രീതിയിൽ പദം തിരിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതുകൊണ്ടൊക്കെയാണ് സാധാരണയായി എല്ലാവരും ഈ ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന വീടുകളെ വേണ്ട എന്ന് പറയുന്നതിന് കാരണം. എന്നാൽ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ഫലം തരുന്ന ദിശയാണ് തെക്ക് ദിശ, അതുപോലെ തന്നെ പടിഞ്ഞാറ് ദിശയും. പക്ഷേ പദങ്ങളെ തിരിച്ചറിയാൻ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. പ്രധാന വാതിലിന്റെ പദങ്ങളെ പറ്റിയും പ്രധാന വാതിലിന്റെ പ്രഭാവങ്ങളെ പറ്റിയും ഞാൻ ഒരിക്കൽ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇനി ഈ ദിശയിൽ പാടില്ലാത്ത നിർമ്മിതികൾ ഏതൊക്കെയെന്ന് നോക്കാം. പൂജാമുറി, കാളി പൂജ അല്ലാതെ മറ്റൊരു പൂജാമുറി ഇവിടെ ശോഭനമല്ല. അതുപോലെ തന്നെ പഠനമുറി, ഇവിടെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾ ആലസ്യമുള്ളവരായിരിക്കും. അതുപോലെ ഇവിടെ ടോയ്ലറ്റ്, സെപ്റ്റിക് ടാങ്ക്, കിണർ എന്നിവയ്ക്കൊന്നും നല്ല സ്ഥാനമല്ല. ഇനി ഈ ദിശയിലെ നിയമലംഘനങ്ങൾ കാരണം ഉണ്ടാകുന്ന വാസ്തുദോഷങ്ങൾ, അതായത് ദോഷഫലങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. ഈ ഭവനത്തിൽ താമസിക്കുന്നവർക്ക് സ്വന്തം പേര് നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇവിടെ ഉള്ളവരെ പറ്റി അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർ നല്ലതായിരിക്കില്ല പറയുന്നത്. ഇവിടെയുള്ളവർക്ക് സ്വസ്ഥത എന്ന് പറഞ്ഞ സാധനം അന്യമായിരിക്കും. അതുപോലെ ഇവിടെ ഉള്ളവർക്ക് ശാന്തമായ ഉറക്കം ഭാഗ്യത്തിൽ ഉണ്ടാകില്ല. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് കരുതട്ടെ. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ അധ്യായം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.